വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ നിന്നും തെരച്ചിൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ദുരന്തഭൂമിയിൽ രക്ഷാദൗത്യം 5-ാം നാൾ കടന്നിരിക്കുന്നു. ചൂരൽമല, മുണ്ടക്കൈ, ചാലിയാർ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള എല്ലാ നടപടികളിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് റഡാർ പരിശോധനകൾ കൂടുതൽ മേഖലകളിൽ ഇന്ന് നടത്താനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. ഇന്നലെ 14 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 338 ആയിട്ടുണ്ട് എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. മേപ്പാടിയിൽ നിന്നും റമീസ് ചേരുകയാണ്. റമീസ്, മേപ്പാടിയിലാണ് ഉള്ളത്. അവിടുത്തെ സാഹചര്യങ്ങൾ, ഒപ്പം അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് പ്രധാനമായും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഒന്നാണിത്. 17 ക്യാമ്പുകളാണ് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലൊക്കെയും തന്നെ തുറന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. ഇവിടെ രാവിലെ തന്നെ വീണ്ടും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെയും വളണ്ടിയേഴ്സൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകെയും തന്നെ ഈ സ്കൂളിലും 17 ക്യാമ്പുകളിലായി 900-ലധികം പുരുഷന്മാർ അത്ര തന്നെ സ്ത്രീകളും തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ആവശ്യമായ മരുന്നുകൾ, വസ്ത്രങ്ങളൊക്കെയും തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇവിടെ വളണ്ടിയേഴ്സ് ചേരുന്നുണ്ട്. വളണ്ടിയറും ഇവിടുത്തെ ഉണ്ണി മാഷെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെയും തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സന്നദ്ധ സംഘടനകളും സജീവമായിട്ടുണ്ട്. ഒന്നിനും ഇവിടെ ഒരു കുറവ് ഇതുവരെ ഇല്ല. ഒരു പരാതി പോലും ആരും പറഞ്ഞിട്ടില്ല. എല്ലാം നല്ല എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ മന്ത്രി അടക്കം പറയുന്നത് കൃത്യമായ എണ്ണം വളണ്ടിയേഴ്സിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിൻ്റെ കാര്യത്തിലും കൃത്യമായൊരു എണ്ണമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ സന്ദർശകരുടെ ഒരു അനാവശ്യമായ സന്ദർശനമുണ്ട് എന്നുള്ളൊരു പരാതി ഉന്നയിക്കുന്നുണ്ടോ? അതിന് ഇവിടെ ഓരോ റൂമിൻ്റെ ഇതിലും ആളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ സന്ദർശകരെ അധികമൊന്നും അകത്തോട്ട് കയറ്റി വിടുന്നൊന്നുമില്ല. കാരണം ഈ ആളുകളെല്ലാം വരുന്നത് അവരുടെ വിഷമം കൂട്ടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ അതിനൊക്കെ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഓരോ റൂമിലും അതിന് പ്രത്യേക വോളണ്ടിയേഴ്സിനെയൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേപ്പാടി സ്കൂളിലെ അധ്യാപകരും എല്ലാവരും വളരെ നന്നായിട്ട് ആണ് ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാഷിൻ്റെ കുട്ടികളൊക്കെയും തന്നെ ഇവിടെ പലയിടത്തും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയൊക്കെ ഒരു സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അവരൊരു ദുരന്തത്തിൽ നിന്ന്, ഒരു ഓർമ്മയിൽ നിന്ന് തിരിച്ചു വരാനുള്ള പ്രവർത്തനങ്ങളാണ് പലരുമായും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് പോലത്തെ പരിപാടികളൊക്കെയും തന്നെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ സംസാരിച്ചിരുന്നു. കുട്ടികളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ എന്തെങ്കിലും ജോലികളിൽ, അതായത് ഈ മറ്റ് വളണ്ടിയേഴ്സിനോടൊപ്പം കുട്ടികൾ എന്തെങ്കിലും ജോലിയിൽ വ്യാപൃതരാകാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നും, സ്കൂൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങളൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പുസ്തകങ്ങളൊക്കെ വായിക്കാനും ഇതിൽ നിന്ന് ഈ മൈൻഡിൽ നിന്ന് മാറാനൊക്കെയുള്ള ഇതൊക്കെ എല്ലാം സജ്ജീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തന്നെയാണ് ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പ്രധാനമായും വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ഇവിടെ നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം, അതൊക്കെ തന്നെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇവിടെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയും ശുചിത്വ മിഷൻ്റെ അടക്കം ഹെൽപ്പ് ഡെസ്കുകളൊക്കെയും തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകമായും ക്ലീനിങ്, അത് കാരണം ഈ ഒരു ദുരന്തമുണ്ടായതിന് പിന്നാലെ പേടിച്ചൊരു കാര്യം പകർച്ചവ്യാധിയുടെ ഒരു വ്യാപനം ഉണ്ടാകുമെന്നൊരു ഭയം കൃത്യമായുണ്ട്. അപ്പോൾ അതിന് എതിരെയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. കൃത്യമായി നിർദ്ദേശങ്ങൾ മൈക്ക് അനൗൺസ്മെൻറ്റുകളായി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശുചിത്വ മിഷൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ അവർക്ക് വേണ്ട വൈദ്യപരിശോധന ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ
വൃത്തിയുള്ള ഭക്ഷണം അതും ഈ ക്യാമ്പുകളിൽ നൽകുന്നുണ്ട്. സാനിറ്റൈസേഷൻ കൃത്യമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ സന്നദ്ധ സേവനങ്ങൾ നടത്തുന്നവർക്കും തന്നെ കൃത്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നത്. കാരണം ഭക്ഷണം ഇല്ലാതെ അവർ തളർന്നു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നൊരു രീതി ഉണ്ടായിരുന്നെന്ന് കരുതി പിന്നെ കൃത്യമായി 2 മണിക്കൂർ ഇടവിട്ട് ഇവിടെയൊക്കെയും തന്നെ ക്ലീനിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായ കാര്യം. ഇവിടെ ക്യാമ്പിൽ ഇവിടുത്തെ സൗകര്യത്തിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിൻ്റെ ചെറിയൊരു ക്ഷാമമുണ്ട്, ബാത്റൂമിൻ്റെ ചെറിയൊരു ഇതേ ഉള്ളൂ. അവരെ ഇത്ര ആൾക്ക് കൊടുത്ത് എത്തിക്കണ്ടേ എന്നാൽ അവരെയും കുറ്റം പറഞ്ഞത് 30,000 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞത്. ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ നേരത്തേക്ക് അത്രയും ജനങ്ങളുണ്ട് ഇവിടെ. നമ്മളൊക്കെ ഉരുളുവെട്ടി വന്നതാണ്, വീടും കാര്യമൊക്കെ പോയി. അതൊക്കെ ഉരുളുവെട്ടി പോയാ. ചൂരമലയാണ് സ്കൂൾ റോഡ്. ചേട്ടൻ്റെ വീട് എവിടെയായിരുന്നു? എൻ്റെ സ്കൂൾ റോഡ്. ഇവിടെ ഇപ്പം കറക്റ്റ് സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെയും തന്നെ അതുപോലെ ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാം ഇവിടെ വളരെ കണ്ടീഷനായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ബാത്റൂമിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ. അല്ലാതൊക്കെ ബാക്കിയൊക്കെ നല്ലതിൽ മറ്റേ ഇത്രയും ജനങ്ങളുള്ളതല്ലേ, അപ്പോൾ അതിനൊക്കെ ഉണ്ടാവും. സാധാരണ വെള്ളമില്ലാത്തതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ എന്തായാലും ഉറപ്പായിട്ടുണ്ടാവുമല്ലോ ഏതിലും. അല്ലാത്ത ഭക്ഷണത്തിനോ താമസത്തിനോ ഒക്കെ നല്ല രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഇതുവരെ പോണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താവും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയാൽ എന്താവും അറിയില്ല. കാരണം ഞങ്ങളതെല്ലാം ഈ ഇരിക്കണത് എല്ലാവരും വീടും എല്ലാം നഷ്ടപ്പെട്ടിരിക്കണ്. ഒരു ഒന്നും എടുക്കാനും സമയമല്ലാത്ത എന്താ പറയുക, ആ സൗണ്ടിൻ്റെ പ്രത്യേകതയിൽ ഒരു ഇട്ട ഡ്രസ്സിലാണ് ഞങ്ങൾ ഈ പറയണ എല്ലാവരും വന്നത്. ഇവരൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. വലിച്ചു കൊടുന്ന് പ്രായമായ അമ്മയും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അവിടുന്ന് എടുത്ത് ചളിയിൽ നിന്ന് എടുത്ത് അങ്ങനെ അരവോളം എന്തുണ്ട് മണ്ണൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു ഇവരൊക്കെ. പക്ഷെ ഞാനൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അന്ന് വൈകുന്നേരം എൻ്റെ പെങ്ങളെ വീട് കുറച്ച് മേലെയാണ്, അവിടെ പോയി നിന്നുകൊണ്ട്. പക്ഷെ അവിടെ നിന്നും ഞങ്ങൾ എന്താക്കേണ്ടതെന്ന് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഓടിയിരിക്കുന്നു. പക്ഷെ അവിടെ സുരക്ഷിതമായിരുന്നു. പക്ഷെ അത് പിന്നെയാണ് നമ്മൾ അറിയണത്. പക്ഷേ സുരക്ഷിതമാണെങ്കിലും അവിടെ അത്രയും വരുന്ന വരവിൽ രാത്രി 1 മണിയല്ലേ, എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അവിടുന്ന് ഞങ്ങൾ ഈ പറയുന്ന പോലെ കുന്നമലൊക്കെ ഓടി മേലെ പോയി നിന്ന് ഒരു 2-2.5 മണിക്കൂർ ഞങ്ങളവിടെ നിന്ന് മഴയും കൊണ്ട് നിന്ന്. അതാണ് ഇപ്പോൾ സൗണ്ടൊക്കെ പോയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് മഴ കുറച്ച് കുറവ് ആയപ്പോൾ പിന്നെയും താഴേക്ക് വന്ന്. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ വിളിച്ചു പറഞ്ഞ് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് കുറേ നല്ല ചെറുപ്പക്കാർ, കാരണം പറഞ്ഞാൽ നല്ല നമ്മുടെ നാട്ടുകാരായ അങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ഒത്തൊരുമയാണ്. കാരണം പറഞ്ഞാൽ എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങളെ നാട്ടുകാരുണ്ടാവും, ഏത് കാര്യത്തിനും ഞങ്ങൾ നാട്ടുകാരുണ്ടാവും. പിന്നെ അപ്പോൾ അവർ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നിടത്ത് ആന ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ആന കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ആന താഴെയാണ്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ തന്നെ കുറേ നേരം നിന്നിട്ട് താഴെ പിന്നെ നമ്മൾ നിന്ന വീട്ടിലേക്ക് തന്നെ വന്ന് അന്നാണെങ്കിലും നേരം വെളുക്കുന്നില്ല. അത്ര നേരം വെളുക്കുന്നതല്ലേ ആയില്ല, ഇരുട്ടായിട്ട് ഇങ്ങനെ കാണുന്നില്ല. പിന്നെ കൂര ഇരുട്ടും മഴയും ചളിയും. പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ അട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഫുള്ള് മേത്ത് കൂടെ അട്ടയും. എവിടേക്കാണെന്ന് പറയാൻ പറ്റില്ല, വടിച്ചെടുക്കണം. പക്ഷെ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ലായിരുന്നു. കാരണം പറഞ്ഞാൽ ജീവൻ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഇതിലുള്ള നെട്ടോട്ടല്ലേ. അതിന് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത എന്തോ അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കണ്, ഇവിടം വരെ എത്തിയിരിക്കണ്. ഇനി ഇവിടെ ഉള്ളത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ഇരിക്കക്കൂരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ചെല്ലാം. കാരണം പട്ടിണിയാണെങ്കിലും ആ 4 ചുമരറിഞ്ഞാൽ മതി. പക്ഷെ അതും ഇല്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങളിപ്പോൾ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ടൈമാണെങ്കിൽ 0 ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളെല്ലാം കഴിഞ്ഞുപോയി. കാരണം പറഞ്ഞാൽ ഞാനൊക്കെ ആശാരിപ്പണിയാണ്, പക്ഷെ എനിക്ക് അലർജി, ശ്വാസമുട്ടൽ എല്ലാം ഉണ്ട്. ഞാൻ നിത്യമായിട്ട് ഇങ്ങനെ ഗുളികയും മരുന്ന് കഴിച്ചിട്ടാണ് പോണത്. നാട്ടിൽ അവിടെ തന്നെ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ആ ഒരു പേടിയുള്ളൂ. കുട്ടികളാണെങ്കിൽ ചെറുതും, നമ്മളാണെങ്കിൽ ഒരു 10-15 കൊല്ലം ഗൾഫിൽ നിന്ന സമ്പാദ്യങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് അങ്ങനെ ഗൾഫിൽ പോകാനോ അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യാനോ ആരോഗ്യമില്ലാത്തതുകൊണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. 0 ഒന്നുമില്ലാതെ നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട്
ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ചേർത്ത് നിർത്തണം എന്നൊരു ആഹ്വാനം നടത്തിയതിന് പിന്നാലെ വലിയൊരു സഹായങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടാണ്, വാർത്തകളിലൊക്കെ കണ്ടു കാണും. അപ്പം വലിയൊരു സഹായങ്ങൾ തന്നെയാണ് വയനാടിനായിട്ട് ഇപ്പം കൈകോർത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഈ ഒരു സഹായം വരുന്നുണ്ട്. അപ്പം നിങ്ങളെ ചേർത്ത് നിർത്തും എന്നുള്ളൊരു ആഹ്വാനം, അല്ലെങ്കിൽ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് എല്ലാവരും മുന്നോട്ട്. എൻ്റെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ 27 കൊല്ലം ഗൾഫിലായിരുന്നു. എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വീടും അതുപോലെ തന്നെ ഒരു വണ്ടി. ലാസ്റ്റ് ടൈമിൽ 2020 ആ കൊറോണ സമയത്ത് വന്നിട്ട് എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വന്ന് കുടുങ്ങി പോയത്, തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. എൻ്റെ വണ്ടി ഞാൻ ഓടിച്ച് ജീവിതം കഴിഞ്ഞ് വണ്ടി നഷ്ടപ്പെട്ടു. അപ്പോൾ ആകെ എന്താ ചെയ്യേണ്ടിയെന്നുള്ള ആ വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ വീട്ടിൽ പിന്നെ 3 ഫാമിലി ഞങ്ങളതും പുറത്തുനിന്ന് ഒരു 9 ഫാമിലി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ കഴിച്ചിലായി, അല്ലെങ്കിൽ അവരൊക്കെ പൊട്ടുപോയിട്ടുണ്ടാവും. നമ്മൾ കേരളത്തിലുള്ള ജനങ്ങളല്ലേ, നല്ല എന്തിനും ഒരു ഒത്തൊരുമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ശരിക്കും അറിയാം. കൈ കോർക്കാനെന്നല്ല, അവർ ആണെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ് നമ്മൾ കേരളക്കാർ. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടുകാർ ഈ പറഞ്ഞ പോലെ. കാരണം പറഞ്ഞാൽ ഒരു ഒത്തൊരുമുള്ള ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ ഇനി വേറെ വേറെ ആകുമോ ആ ഒരു വിഷമം ഞങ്ങൾക്ക് നല്ലുണ്ട്. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇതാണ്. കാരണം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആരും ഒരു നമുക്ക് ഇനി നമ്മളെ തോന്നലായിരിക്കും. പക്ഷെ എന്നാലും ആരൊക്കെ അതൊക്കെ ഓർത്തിട്ടാണ് ഞങ്ങൾക്ക് ടെൻഷൻ. ഞങ്ങളെ സ്വത്തും മുതലൊന്നും പോയി ഞങ്ങൾക്ക് ഒരു നഷ്ടമല്ല, ഒരു വിഷമവുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളെ അയൽവാസികൾ അങ്ങനെ ഞങ്ങളെ ഒരു കൂട്ടുകുടുംബം പോലെ കഴിയുന്ന ഒരു ഗ്രാമമാണ്. കാരണം പറഞ്ഞാൽ ഒരു 13 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ എല്ലാവരും തമ്മിലറിയും. ഞങ്ങളുടെ നാട്ടിൻ്റെ പ്രത്യേകത എല്ലാം വരുന്നത് ഒരു ചൂരമല ടൗണ്, മുണ്ടക്കായ ആയിക്കോട്ടെ, അട്ടമല ആയിക്കോട്ടെ, പുത്തുമല ആയിക്കോട്ടെ, പിന്നെ അങ്ങനെ അടുത്തുള്ള എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും വരുന്നത് സാധനം മേടിക്കാനായാലും റേഷൻ മേടിക്കാനാണെങ്കിലും എന്തിനും സ്കൂളായാലും എല്ലാം ഞങ്ങൾ ഒരു അങ്ങനത്തെ ഒരു വീടുകളിലാണ്. ഞങ്ങളെ രക്ഷപ്പെട്ട കഥ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ഒരു തലനാറ് കഴിക്കാണ് രക്ഷപ്പെട്ട്. അത് അക്കരെ നിന്ന് റോഡിൻ്റെ അപ്പുറം, അവിടെ നിന്ന് ഇപ്പുറം നിന്നിട്ട് ഞാൻ ഇത്രയും ചളിയില്ല. ഞാൻ എൻ്റെ ഭാര്യയും വേറെ 5-6 ആളും ഒരു ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എൻ്റെ കയ്യിൽ ഒരു ടോർച്ചിട്ട് ഞാൻ പുറത്തിറങ്ങും. അതിലാണ് കഴിച്ചില്ല. അതിൽ വേറൊരു എൻ്റെ ഏട്ടൻ മരിച്ചു. വെട്ടത്തിലാണ് ഞങ്ങൾ 5-8 ആൾ രക്ഷപ്പെട്ട്. ആ ടോർച്ചിൽ എങ്ങോട്ടില്ല പോകണമെന്നുള്ളൊരു ചിന്താഗതിയിലേ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏട്ടൻ ഭാര്യേൻ്റെ ഏട്ടൻ്റെ മകൻ്റെ 2 കുട്ടികൾ, ഏട്ടൻ്റെ ഭാര്യ, പിന്നെ ഏട്ടൻ്റെ മകൻ്റെ 2 കുട്ടികളും ഈ മകനും അവരെല്ലാം പോയിരിക്കും. അതിന് ഏട്ടനെ മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി ആരെയും കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ മല ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് എങ്ങോട്ട് പോകാനുള്ള ചിന്താഗതി അടുത്തുനിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകാൻ ഒരു ലക്ഷ്യമില്ല. അങ്ങനെ പിന്നെ ഇക്കരയെന്ന് 3-4 ആൾ വന്നിട്ട് ഞങ്ങൾ കയ്യിലിങ്ങനെ കോർത്ത് പിടിച്ച് അങ്ങോട്ട് പോകുന്നത്. അന്നേരം ഇത്ര ചളിയില്ല, വലിച്ചു കൊണ്ടുപോയതാണ് ആൾക്കാർ വന്നിട്ട്. അത് വലിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ സാവകാശം പോവുകയാണെങ്കിൽ ഞങ്ങൾ പോവും. പുതിയൊരു വീട് പണിത് ആ മാസം കയറി താമസിക്കേണ്ട ആയിരുന്നു. ഘട്ടത്തിലെത്തി എല്ലാ പണി തീർന്നു. അങ്ങനെ പെയിൻറ്റ് മാത്രം അടിച്ചാൽ വൈറ്റ് സിമെൻ്റ് അടിച്ചാൽ മതി. പക്ഷെ ആ മാസം അത് മൊത്തം കടത്തിലാണ് വീട് പണിയുന്നത് തന്നെ. മോളെ പ്രസവമായിരുന്നു. അപ്പോൾ പ്രസവത്തിന് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ നിൽക്കുക. അതിനാണ് പെട്ടെന്ന് പണി തീർത്തത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്രശ്നം സാധാരണ നമ്മൾ ടൗണിലൊക്കെ പോയി വീട്ടിൽ പോകുക എന്നുള്ളൊരു ഭാഷ ഉണ്ടല്ലോ, അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഭാഷ ഇല്ല, വേറെ ഒന്നുമില്ല അങ്ങോട്ട് ചെന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് 2019 ആകാതെ എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് തുല്യത ഇവനെന്നുള്ളൊരിതില്ലാതെ 2019 പുത്തനൂരിൽ കിട്ടില്ലോ ആ രീതി അല്ലാതെ എല്ലാവർക്കും കിട്ടുന്നൊരു ഇതാണ്. മുഖ്യമന്ത്രിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി അതിലും കുറച്ചും കൂടി ഊർജിതമായി പ്രവർത്തിച്ച് ഈ ടീമിനെല്ലാവരും രക്ഷപ്പെടുത്തണം. ഒരു വീട് ഒരു കുടിലായാലും വേണ്ടില്ല, അത് വെച്ചു കൊടുക്കണോ എന്നാണ് പറയാനുള്ളത്. ഞങ്ങളെ ഭാര്യയൊക്കെ മുകളിലുണ്ട്, എല്ലാം അവശനായിരിക്കുകയാണ്. ഞങ്ങൾ രക്ഷപ്പെട്ടാണ് ഇപ്പോഴും ഞങ്ങൾ അത്ഭുതകരമായിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു. കുട്ടികളോടൊക്കെ സംസാരിച്ചു. 2 മക്കളുണ്ട്, അവരെ കെട്ടിച്ചു വിട്ടാ കൽപ്പറ്റയ്ക്കാണ്. അവർ അവിടെ വന്നില്ല, ഞാനും എൻ്റെ ഭാര്യയുള്ളൂ. ആ കുട്ടികളും കൂടി അന്ന് വന്നാണെങ്കിൽ
എന്താ ചെയ്യുക, അവരെങ്കിലും ഒരു കിട്ടി, ജീവൻ കിട്ടി. ടോർച്ച് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ തൊട്ടുണ്ട് അവരെ വീട്ടിൽ എൻ്റെ ഏട്ടൻ്റെ മകള് ഒലിച്ചു വന്നു, ഈ മണ്ണിനടിയിൽ കൂടെ ഒലിച്ചു വന്നിട്ട് ഈ അടുത്ത വീട്ടിലാണ് കിടന്നതാണ് നിലത്ത്. അവിടെ നിന്ന് അടുത്ത വീട്ടിലൊരു ചെക്കൻ വന്നിട്ട് ഈ കുട്ടീനെ എടുത്തിട്ട് വരും, ഏട്ടൻ്റെ വന്ന്. അപ്പോൾ ഇവരിങ്ങനെ അയ്യോ വരികയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇവരെ കൈ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ടോർച്ച് അടിച്ചപ്പോൾ ഇവരാണ്. അപ്പോൾ എൻ്റെ ഈ ടോർച്ചിൻ്റെ വെട്ടത്തിൽ അവർ ലക്ഷ്യം വെച്ച് എങ്ങോട്ട് പോകാൻ പറ്റും, ഇപ്പം ചളിയും വെള്ളമല്ലേ, ഈ ലക്ഷ്യം വെച്ച് ഇങ്ങനെ അവർ നമ്മളെ വീട്ടിൽ വന്നു. ആ വന്നതുകൊണ്ട് കൂടി അവർ 6 ആളുണ്ടായിരുന്നു. അവരും നമ്മളെ ഈ പറഞ്ഞ കുണ്ടന്മാർ വലിച്ചുകൊണ്ട് പോയാൽ അതിലിങ്ങനെ പോയത്. ശരി റമീസ്, മേപ്പാടി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ആളുകളുടെ അനുഭവങ്ങളാണ് അവരിപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിലാണ് ഉള്ളത്. അവിടെ നിന്നുമാണ് റമീസ് അവരുടെ കാര്യങ്ങൾ കേട്ടത്, നമ്മളുമായി പങ്കുവച്ചത്. ഏറെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്, അവരിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആർക്കും ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ, അതാണ് അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.